മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നാൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാസിൻ്റെ ഒരു ഗാനം പുരയുടെ മുകളിലൂടെ ഇങ്ങനെ പാടിപ്പോകുന്നത് പോലെ കേൾക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെന്താണ് ഒരു പാട്ട് ആകാശത്തൂടെ പോകുന്നത്? അമ്മ പറഞ്ഞു, മോനെ എനിക്കും അറിയില്ലല്ലോ. എന്താണെന്നറിയാനായി പെട്ടെന്ന് മുറ്റത്തിറങ്ങി നോക്കി. മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴാണ് അയൽവക്കത്തെ വീട്ടിൽ പാടിക്കൊണ്ടിരുന്ന റേഡിയോ ഭർത്താവ് എടുത്തെറിഞ്ഞതാണ്. അതാണ് ഇങ്ങനെ ഗാനം ആകാശത്തൂടെ പോകുന്നത്. ഈ റേഡിയോ നിലത്ത് വീണ് ഉടയുന്നതിന് മുമ്പേ ഉടയുന്നത് അത് ആ ഭാര്യയുടെ ഹൃദയമാണ്. അയൽവക്കത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവ് മദ്യപാനം കഴിഞ്ഞ് അറിയാവുന്ന പാട്ടും പാടി വീട്ടിലേക്ക് വന്നതാണ്. ഭാര്യയാകട്ടെ സ്വന്തം റേഡിയോ അവൾ ആടിനെ വിറ്റ് വാങ്ങിച്ചതാണ്. അതിലെ പാട്ടും കേട്ടിരുന്നത് കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ പാട്ടും വരവും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വേണ്ടത്ര ഒരു സ്വീകരണം ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടാത്തതുകൊണ്ട് വാശിക്ക് പാടിക്കൊണ്ടിരുന്ന റേഡിയോ എടുത്തെറിഞ്ഞതാണ്. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ റേഡിയോ വീണ് തകരുന്നതിന് മുമ്പേ തകരുന്നത് ആ ഭാര്യയുടെ മനസ്സാണ്. ഇങ്ങനെ അനേകം ഭാര്യമാരുടെ ഹൃദയം തകരുന്നു. കുടുംബത്തിൽ അനേകം ഭർത്താക്കന്മാർ ഹൃദയം തകരുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, കുടുംബങ്ങൾ തകരുന്നു. മുമ്പ് എന്നത്തേക്കാൾ ഉപരിയായി കുടുംബവും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ കോടതികളും കുടുംബ കോടതികളും പരിശോധിച്ചാൽ എണ്ണിത്തീർക്കാനാവാത്ത കേസുകളാണ് ഓരോ ദിവസവും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം തകർന്നാൽ സമൂഹം തകരും. കുടുംബവും സമൂഹവും തകർന്നാൽ ഭൂമുഖത്ത് മനുഷ്യന് ജീവിക്കാനാവാത്ത അവസ്ഥ വന്നു ചേരും. അത് സത്യമാണ്. എന്താണ് ഇതിൻ്റെ മൂല കാരണങ്ങൾ എന്ന് ഗഹനമായി പഠിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കുടുംബ ജീവിതങ്ങളെ പരിപോഷിപ്പിക്കുകയും സംശുദ്ധമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഇന്നിൻ്റെ ബാധ്യതയും കടമയുമാണ്. അതുകൊണ്ട് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകൾ
കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കുടുംബം തുടങ്ങുന്നത് വിവാഹത്തോടു കൂടിയാണ്. സത്യത്തിൽ കുടുംബത്തിൻ്റെ വാതിലാണ് വിവാഹം. ഒരു വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ, സീറോ മലബാർ സഭയുടെ വിവാഹമെന്ന കൂദാശ പരിക്രമം ചെയ്യുന്ന വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് സമ്മതം ചോദിക്കലാണ്. മത്തായി ഈ മറിയത്തെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നോ? മത്തായി പറഞ്ഞു, സ്വീകരിക്കുന്നു. മറിയത്തോട് ചോദിച്ചു, മറിയം, ഈ നിൽക്കുന്ന മത്തായിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? മറിയം പറഞ്ഞു, ഇല്ല. അച്ഛനും നമ്പരുന്ന് പോകും. അച്ഛൻ പിന്നെയും ചോദിക്കും, മറിയം, ഈ നിൽക്കുന്ന മത്തായിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? മറിയം ഇല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഇനി ഈ വിവാഹം നടക്കില്ല. ഈ വിവാഹമെന്ന കൂദാശ അവിടെ വെച്ച് മുറിയും. അതുകൊണ്ട് ഈ കൂദാശയിലെ പരമപ്രധാനമായ ഒരു ഭാഗമാണ് സമ്മതം ചോദിക്കൽ. പ്രിയപ്പെട്ടവരെ, ഈ സമ്മതം ചോദിക്കൽ ഇങ്ങനെയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മത്തായിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? ഇവിടെ രണ്ട് വ്യവസ്ഥകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മിശിഹായുടെ നിയമം, രണ്ട് തിരുസഭയുടെ നടപടി. അതുകൊണ്ട് വിവാഹത്തിൻ്റെയും തുടർന്നുള്ള കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ രണ്ട് സത്യമാണ്. ഒന്ന് മിശിഹായുടെ നിയമം, രണ്ട് തിരുസഭയുടെ നടപടി. എന്താണ് മിശിഹായുടെ നിയമം? മിശിഹായുടെ നിയമം എന്നിവിടെ വിവക്ഷിക്കുന്നത് ബൈബിളാണ്, തിരുവചനമാണ്. എന്ന് പറയപ്പെട്ടവരെ, ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. 73 പുസ്തകങ്ങളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും വിവാഹ കുടുംബ ബന്ധിയായ സത്യങ്ങളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ത്രിത്വദൈവത്തിൻ്റെ സൂചന പറയുന്നിടത്ത് തന്നെയാണ് മനുഷ്യ സൃഷ്ടി പറയുന്നത്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്നുള്ള ബഹുവചന സൂചന ത്രിത്വദൈവ സൂചനയായിട്ടാണ് ബൈബിൾ പണ്ഡിതർ പറയുക. അങ്ങനെയെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവായ ത്രിത്വദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയുടെ ഈ ഭൂമുഖത്തെ തുടർച്ചയാണ് കുടുംബം. ബൈബിളിൽ ആദ്യ അവസാനം കുടുംബബന്ധിയാണ്. അതുകൊണ്ട് തന്നെ മിശിഹായുടെ നിയമം എന്ന് പറയുന്നത് തിരുവചനമാണ്. അപ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്, വചനമാണ്. അതുകൊണ്ട് ഒരു ബൈബിൾ ഒരു ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്ന അതേ വിശുദ്ധിയോടും നന്മയോടും കൂടി വേണം ഏതൊരു കുടുംബത്തിലും തിരുവചനം പ്രതിഷ്ഠിച്ച് വെക്കേണ്ടതുണ്ട്. കുടുംബത്തിലെ പ്രാർത്ഥനാ വേളയിൽ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മിശിഹായുടെ നിയമം തിരുവചനമാണ്. രണ്ട്, തിരുസഭയുടെ നടപടി. എന്താണ് തിരുസഭയുടെ നടപടി? തിരുസഭയുടെ നടപടികൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, തിരുസഭയ്ക്ക് വിവാഹവുമായി കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുണ്ട്. താലികെട്ട്, താലി, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, ഇതെല്ലാം ഒരു പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവരിച്ച് കാണേണ്ടതാണ്. അച്ഛൻ്റെ കയ്യിലുള്ളത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ മലയാളം പതിപ്പാണ്. ഇതിൽ സഭ ആധുനിക ലോകത്തിൽ എന്ന പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 50-ാം ഖണ്ഡികയിൽ ഇങ്ങനെ കൗൺസിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു: ക്രിസ്തീയ ദമ്പതികൾ തങ്ങളുടെ പ്രവർത്തന രീതിയിൽ തന്നിഷ്ടം പോലെ പോകാൻ പാടില്ല എന്നും ദൈവ നിയമത്തിന് എപ്പോഴും വിധേയരായി അതിനെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ആധികാരികമായി വ്യാഖ്യാനിക്കുന്ന സഭാപ്രബോധനത്തോട് അനുസരണമുള്ളവരായി നീങ്ങണമെന്നും അവബോധമുള്ളവരായിരിക്കണം. അതുകൊണ്ട് സഭാപിതാക്കന്മാർ പറയുന്നു, ക്രിസ്തീയ ദമ്പതികൾ തങ്ങളുടെ പ്രവർത്തന രീതിയിൽ തന്നിഷ്ടം പോലെ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ കൃപയോടുകൂടി ദേവാലയത്തിൽ വെച്ച് വിവാഹിതരായ ദമ്പതികൾക്ക് തന്നിഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. കാരണം ഈ വിവാഹത്തോടുകൂടി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ പാരമ്പര്യ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും
ദമ്പതികളും കുടുംബവും പിന്നീട് അവിടെ തന്നിഷ്ടത്തോടെ ജീവിക്കാൻ പറ്റാത്തതിന് കാരണം സഭയുടെ പൊതുസ്വത്ത. അതുകൊണ്ട് സഭയുടെ പൊതുസ്വത്തായിരിക്കുന്നത് കൊണ്ട് തന്നെ തുടർന്നുള്ള വചനത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് സഭാ പ്രബോധനങ്ങൾ അല്ലെ മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടി എന്ന് പറയുമ്പോൾ ഒന്ന് തിരുസഭയുടെ പാരമ്പര്യമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളത്. രണ്ടാമത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും പഠനങ്ങളുമാണ്. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ സഭയുടെ പ്രബോധനങ്ങളുണ്ട്. ജോൺ ബോൾ മാർപ്പാപ്പയുടെ ഫാമിലിയാരിസ് കൊൺസോർസിയോ എന്നുപേരുള്ള വളരെ മനോഹരമായ അപ്പസ്തോലിക പ്രബോധനം, അത് കുടുംബങ്ങളുടെ സുവിശേഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെയും സഭാ പാരമ്പര്യത്തിൻ്റെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കുടുംബജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് അതുപോലെ തന്നെ ക്രിസ്തു, ഈ കൂട്ടായ്മയാണ്. ദൈവവും ഭർത്താവും ഭാര്യയും ചേർന്നുള്ള കൂട്ടായ്മയാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ വളരെ ഗൗരവമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: പ്രായപൂർത്തിയായ എല്ലാവർക്കും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? മറിച്ചൊരു വാക്കിൽ, ഗവൺമെൻറ് നിശ്ചയിച്ച പ്രായപരിധിയിലെത്തിയ എല്ലാവർക്കും വിവാഹിതരാകാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ് സത്യം. അവർക്ക് അടിസ്ഥാനപരമായ ചില ഗുണഗണങ്ങൾ ഉണ്ടാവണം. ഈ അടിസ്ഥാന ഗുണഗണങ്ങളില്ലാത്തവർ ഒരു കാരണവശാലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. അതുകൊണ്ട് യോഗ്യതയില്ലാത്തവർ വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകാനായിട്ട് കാരണമായിട്ടുള്ളത്. ആ കാരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വിവരിക്കാം. ഒന്ന്, ശാരീരിക പക്വതയാണ്, ഫിസിക്കൽ മച്യൂരിറ്റി. ഇവിടെ എന്താണ് ശാരീരിക പക്വത? കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ശാരീരിക പക്വതയുള്ളവരായിരിക്കണം. ഈ ശാരീരിക പക്വത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, പ്രായമാണ്. പുരുഷന് 21 വയസ്സ്, സ്ത്രീക്ക് 18 വയസ്സ്. അങ്ങനെ 18ഉം 21ഉം വയസ്സുള്ളവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ നിയമവും അങ്ങനെ തന്നെയാണ്. പക്ഷെ സഭ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ പ്രായമായി എന്നതുകൊണ്ട് മാത്രം ശാരീരികമായി പക്വതയായില്ല. ശാരീരിക പക്വത എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ കടമകളെ ഭംഗിയായി നിറവേറ്റാൻ പോരുന്ന കഴിവ്, ശാരീരിക കഴിവ്. അതിൽ കഠിനാധ്വാനത്തിന് മേഖലയുണ്ട്, അധ്വാനത്തിന് മേഖലയുണ്ട്, കൂട്ടായ്മയുടെ മേഖലയുണ്ട്, ലൈംഗിക പ്രക്രിയയുടെ മേഖലയുണ്ട്, നിരവധി മേഖലകളുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം കൂട്ടിച്ചേർത്തേ ശാരീരിക പക്വത എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ കടമകൾക്ക് തടസ്സമായിട്ടുള്ള ശാരീരിക ദോഷങ്ങൾ അല്ലെ രോഗങ്ങൾ ഉള്ള വ്യക്തികൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. എന്താ അമ്മയും മോനും കൂടി ഒരു രഹസ്യം പറച്ചില്? എന്തേലും ചോദിക്കടാ. എന്താ പേര്? റിൻസി. പഠിച്ചിട്ടുണ്ടോ? എന്താ? അല്ല പഠിക്കാണോ? അല്ല, മോളെന്താ ബികോം. ഇവളുടെ അനിയത്തിമാര് 3 പേരുണ്ട്. അതുങ്ങളെയും പഠിപ്പിക്കണ്ടേ? അതുകൊണ്ട് ഇവളുടെ പഠനം നിന്നുപോയി. പിള്ളേരല്ലേ, അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിലോ നമുക്കങ്ങ് മാറിയേക്കാം. ഓ, അതിനെന്താ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
എന്തോന്നും മിണ്ടാത്തെ? ഓ, എന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? അയ്യോ അതൊന്നും അല്ലാട്ടോ. പിന്നെന്താ? കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് എന്താ കാര്യം? ഇത് 7ാമത്തെ ആളാ എന്നെ കാണാൻ വരുന്നേ. കണ്ടില്ലായിരുന്നു എൻ്റെ പപ്പയെ. മമ്മി മരിച്ച പിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 3 അനിയത്തിമാരാ. അവരെ പഠിപ്പിക്കാൻ തന്നെ പപ്പ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് ലോൺ എടുക്കാതെ പപ്പയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. കല്യാണമൊക്കെ നന്നായി കഴിയും, പക്ഷേ ലോൺ എങ്ങനെ അടയ്ക്കും? എൻ്റെ പപ്പയുടെ മനസ്സ് വിഷമിച്ചുള്ള ഒരു കല്യാണവും എനിക്ക് വേണ്ട. ഇതിനു മുൻപ് 6 പേരെന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞില്ലേ? എല്ലാവർക്കും പൊന്നിൻ്റെയും പണത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയത്തിമാർക്ക് ഞാനൊരു അമ്മ കൂടിയാണ്. അവരുടെ കിടപ്പാട് നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു വിവാഹ ജീവിതവും വേണ്ട. എനിക്കിഷ്ടായി ഒത്തിരി. സ്ത്രീ തന്നെയാണ് ധനം, അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ഞാൻ. പപ്പയുടെയും അനിയത്തിമാരുടെയും കണ്ണ് നനയാതിരിക്കാൻ ഇനി ഞാനും കൂടെ ഉണ്ടാവും. എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടെത്തിയെന്ന് ഞാൻ അമ്മയോട് പറയാൻ പോവാ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. എനിക്കിപ്പോ കല്യാണം നടത്താൻ പറ്റിയ സാഹചര്യമല്ല. 1 വർഷം കഴിഞ്ഞിട്ടേ ആലോചിക്കുന്നുള്ളൂ. അയ്യോ, അത്രയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വാ. അതിന് ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണ്ടേ? അവരുടെ ചിരിക്കുന്ന മുഖം കണ്ടാ അറിയില്ലേ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പം ഞങ്ങൾ ഇറങ്ങുന്നു. ഓ, എന്നാ ശരി. ശരി. അമ്മേ, അവരോട് പറയണ്ടേ? ഒന്നും വേണ്ട. എന്നാലും പിന്നീട് അറിഞ്ഞാൽ? ആരും അറിയില്ല. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു. തിരുസഭ വിജയത്തിൻ തൊടുകുറിയണിയുന്നു. ആദിയിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. എന്തു പറ്റി ചേട്ടാ? ചേട്ടാ എന്തു പറ്റി? എന്തു പറ്റി ചേട്ടാ? ചേട്ടാ ചേട്ടാ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? മോളെ, അത് എനിക്ക് ഇത് 4th സ്റ്റേജാന്നാ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ കല്യാണത്തിന് മുമ്പും ചേട്ടന് ഈ അസുഖം ഉണ്ടായിരുന്നല്ലേ? ഞാനെല്ലാം തുറന്ന് പറഞ്ഞതല്ലായിരുന്നു. എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തേ? അമ്മ നിർബന്ധിച്ചപ്പോ എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. മോളെ റിൻസി. ചേട്ടാ, ഞാനിപ്പോൾ വരാട്ടോ. അമ്മേ. മോളെ, അവനോടൊന്നും ചോദിച്ചു വിഷമിപ്പിക്കരുത്. 2 വർഷത്തോളമായി അവൻ അസുഖം തുടങ്ങിയിട്ട്. ബ്ലഡ് ക്യാൻസർ. ഒത്തിരി തവണ രക്തമൊക്കെ മാറ്റിയതാ. പക്ഷേ എന്തിനാ അമ്മേ ചേട്ടൻ എന്നെ ചതിച്ചത്? അങ്ങനെ പറയല്ലേ. മോളെ ചതിച്ചത് അവനല്ല, ഞാനാ. കല്യാണത്തിന് മുമ്പ് മോളോട് അവനെല്ലാം പറയാൻ ഒരുങ്ങിയതാ. ഞാനാ തടഞ്ഞത്. അസുഖമെല്ലാം മാറുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ സ്വാർത്ഥതയാ
മോളുടെ ഭാവി തകർത്തത്. എന്നെ അവനീ ശപിക്കല്ലേ മോളെ. അമ്മേ, മോനെ മോനെ എന്താ മോനെ, എന്താ പറ്റേ മോനെ, മോനെ. ചേട്ടാ വിഷമിക്കല്ലേ, ഞാനുണ്ട് കൂടെ. ഇല്ല, ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു മോനെ. ചേട്ടാ 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 ഈ പെൺകുട്ടി നമ്മുടെ മനസാക്ഷിയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇവളുടെ ജീവിത സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത് ആരാണ്? ഈ കണ്ണുനീർ തുള്ളിക്ക് ആരാണ് കണക്ക് പറയേണ്ടി വരിക? എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള മനസ്സ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടാകട്ടെ. അച്ഛൻ ഓർമ്മിക്കുന്നു, സങ്കടത്തോടെ ഒരു പെൺകുട്ടി അച്ഛനെ കാണാൻ വന്നു. അവൾ ധ്യാനിക്കുന്ന കുട്ടിയാണ്, അവളൊരു ഭാര്യയാണ്. അവൾ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഇത് വിവാഹത്തിന് ശേഷം വന്ന രോഗമാണെങ്കിൽ ഞാൻ സ്വീകരിക്കും അച്ഛാ. പക്ഷെ വിവാഹത്തിന് മുമ്പേ എൻ്റെ ഭർത്താവിന് അറിയാമായിരുന്നു ആ വ്യക്തി ബ്ലഡ് ക്യാൻസർ ബാധിതനാണെന്നും അത് ഗൗരവമായ അവസ്ഥയിലാണെന്നും ഏതാനും നാളുകൾ കഴിയുമ്പോൾ മരണപ്പെടുമെന്നും ഇനി ചികിത്സിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും പരിപൂർണമായി അറിഞ്ഞിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും ചേർന്നെടുത്ത പ്ലാനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, നീ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പേ നീ ഒരു വിവാഹം കഴിച്ച് കാണാൻ എനിക്ക് മോഹമുണ്ട്. അതുകൊണ്ട് ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ വിവാഹിതനായി. പ്രിയപ്പെട്ടവരെ, പാടില്ല. കുടുംബജീവിതത്തിൻ്റെ കടമകൾക്ക് തടസ്സമാകുന്ന മാരക രോഗങ്ങൾ പാടില്ല. മാനസിക രോഗമുള്ളൊരു വ്യക്തി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഒന്ന്, വിവാഹത്തിൻ്റെ നാളിൽ വിവാഹ സമയത്ത് കൊടുക്കുന്ന സമ്മതം അത് വാലിഡല്ല. രണ്ടാമത്, ആ വ്യക്തിക്ക് ഭാര്യയും മക്കളെയും കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനായിട്ടുള്ള ശേഷിയില്ല, അസാധ്യമാണത്. അതുകൊണ്ട് മാനസിക രോഗമുള്ള വ്യക്തി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. രണ്ട്, ബുദ്ധിമാന്യമുള്ള വ്യക്തി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെ, ഗൗരവമായ ഈ രണ്ട് ന്യൂനതകളും വിവാഹ ജീവിതത്തിന് തടസ്സങ്ങളായി പറയുന്നു. ബാക്കിയുള്ള പല രോഗങ്ങളും ആലോചനയിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും പരിഹരിച്ച് വിവാഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ കടമകൾക്ക് തടസ്സമാവില്ല എന്ന് ഡോക്ടർമാരാൽ ഉറപ്പുവരുത്തിയാൽ പങ്കാളിയുടെ അനുവാദത്തോടു കൂടി സമ്മതത്തോടും കൂടിയും വിവാഹത്തിലേക്ക് പ്രവേശിക്കാം, തടസ്സമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഥയിൽ കണ്ടു, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഗൗരവമായ രോഗത്തിൽ പെട്ടുപോയ ചെറുപ്പക്കാരൻ അത് മറച്ചു വെച്ചിട്ട് വിവാഹിതനാകുന്നു. അതുകൊണ്ട് എന്തു പറ്റി ഇവിടെ? അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു, ആ കുടുംബം തകരുന്നു, ആ കുട്ടിയുടെ ഭാവി നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തി ശാരീരികമായ യോഗ്യതകളുള്ള വ്യക്തികളാകണം. ഗൗരവമായ രോഗമുള്ള വ്യക്തി അപ്പോൾ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് വിവാഹം പാടില്ലേ എന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൻ്റെ കടമകൾക്ക് പരിപൂർണമായ തടസ്സം വരുന്ന രോഗങ്ങളുള്ള വ്യക്തി, അല്ലെ ശാരീരികമായ ന്യൂനതകളുള്ള വ്യക്തി വിവാഹം കഴിക്കരുത്. കാല് രണ്ടുമില്ലാത്ത ചെറുപ്പക്കാരന് പട്ടാളത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവനാവുന്നില്ല. അവൻ ആ മോഹം ഉള്ളിലടക്കി അവനായിരിക്കുന്ന അവസ്ഥയിൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ സഹനങ്ങളെ ദൈവകരങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട്
ആയിരിക്കുന്ന അവസ്ഥയിൽ വചനത്തോട് നീതി പുലർത്തി മുമ്പോട്ട് ജീവിക്കുക. അതാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആവാതെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവഹിതം. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട വ്യക്തികൾക്ക് ആവശ്യമായ ഗുണഗണങ്ങളെക്കുറിച്ച് ഓരോന്നും നമുക്ക് എടുത്ത് പഠിക്കേണ്ടതുണ്ട്, പ്രതിപാദിക്കേണ്ടതുണ്ട്. ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ തകരുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ നിൻ്റെ പ്രത്യേകമായ കൃപയാൽ ആ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള കുറച്ച് എപ്പിസോഡുകൾ കുടുംബജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ ആഴമായി അപഗ്രഥനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് മുടങ്ങാതെ കാണുവാനായിട്ട് മനസ്സ് വയ്ക്കണേ. അതുപോലെ മറ്റുള്ളവരെയും ഈ കാര്യം ഓർമ്മപ്പെടുത്തുവാനായിട്ട് മനസ്സാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു തിരി